എല്ലാവർക്കും ചാരു സർക്കിളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ ബോട്ടിലാട്ടുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പെയിൻറ്റിംഗ് ഒന്നും അറിയണമൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ബോട്ടിലും എടുത്തിട്ടുണ്ട്, കുറച്ച് ബിസ്ക്കറ്റ് കവറുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ബിസ്ക്കറ്റ് കവർ എന്തിനാണെന്ന്. വഴിയെ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടൊരു സൂത്രമുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് ചെയ്ത് കാണിച്ച് തരുമോ എന്ന്. അതുകൊണ്ട് ഇന്നത്തെ ബോട്ടിലായിട്ട് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ കഴുകി വൃത്തിയാക്കി, സാധാരണ ഗ്ലാസ് ബോട്ടിൽ എങ്ങനെയാണോ വൃത്തിയാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലും വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്, ലേബലൊക്കെ കളഞ്ഞ്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ബിസ്ക്കറ്റ് കവറാണ്. ബിസ്ക്കറ്റ് കവർ ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത്, ഒരെണ്ണമെങ്കിലും വീട്ടിലുണ്ടാവാതിരിക്കില്ലല്ലേ, നമ്മൾ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ആളുകളല്ലേ. അല്ലെങ്കിൽ ഡയറി മിൽക്കൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ആ പാക്കറ്റ് ആയാലും മതിയാവും. കാരണം അതിൻ്റെ സിൽവർ ഭാഗം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇന്ന് വേണ്ടത്. ഇനി വേണ്ടത്, ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക. ഒന്നോ രണ്ടോ കോട്ട് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഉണക്കണം. നന്നായിട്ട് ഉണക്കണം എന്ന് വെച്ചാൽ നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ദേ ഞാൻ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നന്നായിട്ട് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ റെഡ് കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഫെവിഗ്രിലിൻ്റെ ആക്രിലിക് പെയിൻറ്റ് റെഡ് കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ബ്രഷ് വെച്ച് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ഒരേപോലെ നല്ല, അപ്പോൾ ബബിൾസൊക്കെ വരുന്നുണ്ടെന്നാണ് ചിലരുടെ സംശയം വരുന്നത്. അതപ്പോൾ രണ്ടാമത് പെയിൻറ്റ് എടുക്കാതെ തന്നെ സ്പോഞ്ച് കൊണ്ട് വീണ്ടും ടച്ച് ചെയ്യണമെങ്കിൽ ആ ബബിൾസ് എല്ലാം പോയി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വേണ്ടത് കുറച്ച് ബിസ്ക്കറ്റ് കവർ ഞാൻ പറഞ്ഞില്ലേ, അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഭാഗം, കട്ടിയുള്ള ഭാഗമൊക്കെ നമുക്ക് കത്രിക കൊണ്ട് അങ്ങോട്ട് മാറ്റാം. നമുക്ക് നല്ല പോർഷനാണ് വേണ്ടത്, ചുളിവൊന്നും വരാത്ത പോർഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനത് ഇങ്ങനെ കട്ടിയുള്ള ഭാഗമൊക്കെ അങ്ങ് മാറ്റിയിട്ട് വൃത്തിയാക്കി എടുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ മാറ്റിയെടുക്കുകയാണത്. അപ്പോൾ നമ്മൾക്ക് ആ സൈഡിലത്തേക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകാന്ന് വെച്ചാൽ ഒന്ന് തുടച്ചെടുക്കുന്നത് നന്നായിരിക്കണം. ബിസ്ക്കറ്റിന് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ബിസ്ക്കറ്റ് കവർ എടുത്തില്ലെങ്കിൽ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡയറി മിൽക്കൊക്കെ ഇല്ലേ, അതിൻ്റെ കവർ എടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ സിൽവർ കോട്ടിംഗ് ഉള്ള ആ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേ ഉള്ളൂ, ഒരുപാടൊന്നും വരച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ ഒരു എതൾ, അതായത് ഒരു പെറ്റൽ പോലെ, ലീഫ് പോലെ, ഒരു പെറ്റൽ പോലെ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട്, ഒന്നെങ്കിൽ പേപ്പർ വരച്ച് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ കവറിലോട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അത് ചെയ്യണില്ല, നേരെ അതിലോട്ടൊരു പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഇതൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി കത്രി കൊണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വലിച്ച് പിടിക്കരുത്, കീറിപ്പോവും. അപ്പോൾ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഇതൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തു വെച്ചു. ഇത് നമുക്ക് വലുതും ചെറുതുമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാടെണ്ണം വേണം. അപ്പോൾ നമുക്ക് ചെറുതും വലുതുമായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെറുതും വലുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു കുറച്ച് വേണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഡിസൈനാണ് ചെയ്യണത്, ചെറുതായിട്ടേ ചെയ്യണുള്ളൂ. നമുക്ക് ഒരുപാട് വലിയ ബോട്ടിലല്ല, അതുകൊണ്ട് ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇനി ഒരു പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഒരുപാട് കട്ടിക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കരുത്, പെയിൻറ്റ് ഇളകിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പതുക്കെ വേണം നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോലെ വരയ്ക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഗ്ലൂ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഓരോ ഇതളായിട്ട് നമ്മൾ എവിടേക്കാണ് ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. നമ്മൾ വരച്ചല്ലോ ആ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം.
ഇപ്പോൾ ദേ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നതാണ് ഫെവിക്കോൾ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കൈ കൊണ്ടൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് വയ്ക്കാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ദേ ഇതുപോലെ എല്ലാ ഭാഗത്തായിട്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടല്ലേ. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എല്ലാവർക്കും ബിസ്ക്കറ്റ് കവർ എന്തായാലും ഒരെണ്ണമെങ്കിലും കിട്ടാതിരിക്കില്ല. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ അതും കിട്ടാതിരിക്കില്ല. പിന്നെ ഏതെങ്കിലും ഒരു പെയിൻറ്റ് ചെയ്യാം. അതിപ്പോൾ റെഡ് കളറൊന്നും ആവണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഓരോരോ ഡിസൈൻസ് നമ്മൾ ആ വരച്ച ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ്. വലുതും ചെറുതുമായിട്ടുള്ള ആ ഒരു പെറ്റൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതിന് അപ്പുറത്തും ചെയ്ത് കൊടുക്കാം. ബോട്ടിലിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഇതിപ്പോൾ പരന്നൊരു ബോട്ടിലായതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ഇപ്പോൾ റൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഒരു ഭാഗത്തായാലും മതിയാകും. എന്നിട്ട് ഞാനിവിടെ വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ജൂട്ടിൻ്റെ ത്രെഡ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ കട്ടിയില്ലാത്ത കയറുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് ചുറ്റി കൊടുക്കണം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാട്ടോ. ഇപ്പം നമ്മൾ ചുറ്റിക്കൊടുത്തു. അപ്പോൾ നല്ല കാണാനൊരു ഭംഗിയൊക്കെ വന്നു. ഇനി ചെയ്യേണ്ടത് നമ്മളൊരു ചെറുതായിട്ടൊന്ന് പെൻസിൽ കൊണ്ട് വരച്ചല്ലോ, ആ ഭാഗത്തൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലാക്ക് കളറ് ഞാനൊന്ന് ബ്രഷിലെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ആ ഒരു പെൻസിൽ വരച്ചില്ല അതേ ഭാഗത്തൂടെ വരച്ചു കൊടുക്കുകയാണ്. ഒരു ഹൈലൈറ്റ് കാണാൻ വേണ്ടിയാണ്, അത് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പോൾ ബ്ലാക്ക് അല്ലെങ്കിൽ സിൽവർ കളറ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ദേ ഈ രീതിയിൽ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഇത് രണ്ട് സൈഡിലായിട്ട് വരച്ചു കൊടുത്തു നമ്മൾ. അപ്പോൾ നമ്മൾ ബോട്ടിലായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ഈസി ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഭംഗിയാക്കാൻ പറ്റും. പഴയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നന്നായിട്ട് ഭംഗിയാക്കി എടുക്കാം. ഒരു ബിസ്ക്കറ്റ് കവറും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.